നെഞ്ചിന് ചവിട്ടേറ്റ് വാരിയെല്ലുകൾ തകർന്നു. എന്താ പറയാ, വല്ലാത്ത വേദനാജനകം തന്നെ. മുണ്ടൂരിൽ ആണ് മൃതദേഹം വിട്ടു നൽകാതെ നാടിന്റെ പ്രതിഷേധം. മുണ്ടൂരിൽ വീട്ടുവളപ്പിലെത്തിയ കാട്ടാനിയുടെ ചവിട്ടേറ്റ് ഞാറക്കോട് സ്വദേശി കുമാരൻ മരിച്ചതിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച് നാട്ടുകാർ. സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഒറ്റക്കെട്ടായി നാട്ടുകാരും. കുടുംബത്തിന് 5 ലക്ഷം രൂപ കൈമാറി. റെയിൻ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് കലക്ടറുടെ ഉറപ്പ്. കാടിറങ്ങുന്ന കൊലവിളി. 10 വർഷം കൊണ്ട് 52 ജീവൻ പൊടിഞ്ഞു. ഈ വർഷം മാത്രം മരിച്ചത് 4 പേര്. കോമള, ഇത് നോക്കൂ കോമള, ഇവിടെ വാ. എന്താണ് വല്ലാത്ത, നമ്മളിത് വല്ലതും അറിയണ്ട. എന്താ സംഭവം? മുണ്ടൂരിലേ ഇത് കണ്ട, ആന മിനിഞ്ഞാന്ന് അതികാലത്ത്, ഇന്നലെ രാവിലെ അതികാലത്ത് കുമാരൻ പറഞ്ഞൊരാള് കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹം വീട്ടിന്റെ പുറകിൽ ബാത്റൂമിലേക്ക് പോയതാണ് 3 മണിക്ക്. സാധാരണ കൂലിപ്പണിക്കാരനല്ലേ, അവര് ജോലി മറ്റേ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പല്ല് തേക്കുക, ചായക്കടയിൽ പോയി ചായ കുടിക്കാന്നൊക്കെ പതിവുണ്ടല്ലോ നാട്ടിൻപുറങ്ങളില്. വെറും നിരപരാധി കൂലിപ്പണിക്കാരും മക്കളൊക്കെ കഷ്ടപ്പെടുന്ന കുടുംബം. അയാളിനെ ആന ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂട്ടി ഇപ്പൊ മുണ്ടൂര് തന്നെ 2 ഇതിപ്പോ നമ്മള് എന്താ പറയാ, നമുക്ക് നേരമില്ലല്ലോ പേപ്പർ വായിക്കാനൊന്നും. നാടിന്റെ സ്ഥിതി നോക്ക്. അതുകൊണ്ട് മൃതദേഹം വിട്ടു നൽകാതെ നാടിന്റെ പ്രതിഷേധം. കളക്ടർ ഇടപെട്ടിട്ടാണ് മൃതദേഹം ഇന്നലെ വൈകുന്നേരം എടുക്കാൻ അനുമതി കൊടുത്തത്. അതുവരെ ജനങ്ങൾ അവിടെ പോയിട്ടില്ല. ഒന്നായിട്ട് ജനങ്ങള് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നു. അല്ലാതെ എവിടെ അറിയോ നോക്കട്ടെ, ചവിട്ടേറ്റു വ്യാഴാഴ്ച. എപ്പോഴാണ് എല്ലാവരും നാട്ടുകാർ എത്തിയ ശേഷമാണ് മൃതദേഹം വൈകാതെ ആളുകൾ സംഘടിച്ചെത്തിയത്. സ്ഥലത്തെത്തി എന്നാ പറയുന്നത്. ആ സ്ഥലത്ത് തന്നെ ആര്, കളക്ടർ മരിച്ചവിടെ തന്നെ. രാവിലെ SP രാജേഷ് കുമാർ, ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ വന്നു. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു പ്രധാന ആവശ്യം. അത് കാരണം 5 ലക്ഷം കൊടുക്കാന്ന് സർക്കാർ മറ്റേ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ 5 ലക്ഷം കൊടുത്തോട്ടെ, അതുകൊണ്ടായില്ലല്ലോ. ഒരു കുടുംബത്തിൽ 5 ലക്ഷം കൊടുത്തത് കൊണ്ട് ആള് കിട്ടിയത് കുടുംബത്തിന് ഒന്നും വേണ്ട, നെടുന്നൂട് പോയി. ഇപ്പൊ നമ്മളിരിക്കുന്ന എവിടെയാണ്, നെല്ലിയമ്പതിന് താഴെ. ഇവിടെ നിന്ന് 1 കിലോമീറ്ററുള്ള പോത്തുണ്ടിക്ക് വനമേഖല. കഴിഞ്ഞ വർഷം ഈ അടുത്ത നമ്മുടെ ഇവിടെ നിന്ന് അര കിലോമീറ്ററുള്ള ചാട്ടിയോട് മാട്ടായി അവിടെ ആന വന്നില്ലേ. ആൾക്കാരൊക്കെ പടക്കം പൊട്ടിച്ചും പന്തം കെട്ടിച്ചൊക്കെ കൊട്ടിയും ബഹളം വെച്ചപ്പോ പോയി. ഇതേപോലെ ഒരെണ്ണ സമയത്ത് ചവിട്ടിക്കൊന്നു. എന്ത് ചെയ്യുന്ന ആലോചിക്കും. നമ്മൾ ജീവിക്കാനാണല്ലോ. അല്ല, ഒരാള് കൊല നടത്തിയാൽ അയാളെ ശിക്ഷിക്കാൻ വിധിയുണ്ട്. ഒരാള് കുറ്റം ചെയ്താൽ, മനുഷ്യൻ കുറ്റം ചെയ്താൽ അയാളിനെ തൂക്കിക്കൊല്ലാൻ വിധിയുണ്ട്. ഈ വന്യമൃഗങ്ങളാവട്ടെ, കാട്ടുപന്നിയാവട്ടെ, ഇതിന്റെ ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്താ ഇതുപോലെ 5 ലക്ഷവും 10 ലക്ഷവും കൊടുത്തുകൊണ്ട് മാത്രം ഈ ആനയുടെ കൊലവിളി നിൽക്കുവോ? നാളെ ഒരാളെ കൊല്ലില്ല ആര് കണ്ട്? എങ്ങനെ അവിടെയുള്ള ആൾക്കാർ ആ ഭാഗത്ത് ഇരിക്കും? ഇനിയിപ്പോ ഒരാള് സ്ഥലം വിറ്റ് ഓടാ പറഞ്ഞ വാങ്ങാൻ ആളുണ്ടോ? ആ കാട്ടാന ശല്യമാണ്. നമുക്ക് വേണ്ട ഒഴിഞ്ഞു മാറും. ഈ ഒരു ദുരന്ത കാഴ്ചയാണ് കാണുന്നത്. എന്താ നോക്ക്, നെഞ്ചിന് ചവിട്ടേറ്റ് വാരിയെല്ലുകൾ തകർന്നു. നെഞ്ചിനേറ്റ ഗുരുതര പരിക്കാണ് കുമാരന്റെ മരണ കാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എന്ത് പ്രായമുണ്ട് ആൾക്ക്? 62 വയസ്സൊന്നും പ്രായമുണ്ട്. പ്രായം എത്രയുണ്ടറിയോ? 62 വയസ്സ് പ്രായം. ഇതന്നെ കൂലിപ്പണിക്കാരനാണ്. മുണ്ടൂരിൽ വീട്ടുവളപ്പിലെത്തിയ കാട്ടാനയുടെ ചവിട്ടേറ്റ് 62കാരൻ മരിച്ചു. പുതുപ്പരിയാരം ഞാറക്കോട്. പുതുപ്പരിയാരം നമ്മുടെ അടുത്താണല്ലോ, നമ്മുടെ ബന്ധുവൊക്കെ അവിടെ ഇല്ലേ, അതിന്റെ അടുത്താണ് സ്ഥലം. എങ്ങനെയാണ് മലമ്പുഴ മറിയുന്നോ, കല്ലടിക്കൂടെ മലമ്പുഴ വന്നിട്ടുണ്ടാവൂലേ? അവിടെ നിന്ന് വരാനാ സാധ്യത. എങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ലല്ലോ. പട്ടികളുടെ ശല്യം അത് വേറെ, ഈ ആനയും പന്നിയുടെ ശല്യം വേറെ. നമ്മൾക്ക് 2 പേർക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കും എങ്ങനെയെന്ന് പറയാന്നല്ല, നമ്മൾക്ക് കേൾക്കാം. നമ്മളുടെ നിയമമില്ല. വല്ലാത്ത ദുഃഖമായി. ഗവൺമെന്റ് തന്നെയാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ തീരാ ദുഃഖങ്ങളാണിത്. ദുഃഖം തന്നെയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അയാള് നാളത്തെ ജീവിതം പ്രതീക്ഷിച്ചിട്ടാണ് ഈ മക്കളും കുട്ടികളും കുടുംബമായി കഴിയുന്നത്. ആന ചവിട്ടി കൊല്ലാൻ വേണ്ടി ജനിച്ചതല്ലോ. അയാളുടെ തലവരെ നോക്ക്. കാട്ടിനുള്ളിൽ പോയി പൊട്ടാ പോട്ടെ, വനത്തിലാണ് കുമാരേട്ടൻ പോയി പൊട്ട് കഴിഞ്ഞാൽ പറയാ വനത്തിനുള്ളിൽ ഇയാൾ എന്തിനും പോയി പറയാം. ഉള്ളിൽ വന്നിട്ടാണ് നാട്ടിൽ കറങ്ങി വന്നിട്ടാണ് ആന ചെയ്തിട്ടുള്ളത്. ആനക്കും ഭ്രാന്തായി പറയുന്നില്ലേ?
എന്താ ഈ അവസ്ഥയിൽ പറയുക, പോയാൽ പാവം. പിന്നെ ഇപ്പൊ നമ്മൾ ജഡ്ജിയൊന്നുമല്ല, ഒന്നുമല്ല. നമ്മൾ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയല്ല. അല്ല. പക്ഷെ കണ്ട കാര്യം നമുക്ക് പറയാലോ. പറയണം. പ്രേക്ഷകരെ, വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ് ഈ കാണുന്നത്. നോക്കി 62 വയസ്സൊന്നും ഇല്ലല്ലോ അത്. വളരെ ദുഃഖം തന്നെയാണിത്. പിന്നെ ഇത് ആർക്കും സംഭവിക്കരുത്. ഞങ്ങളൊക്കെ മലയോരങ്ങളിൽ ഇരിക്കുന്നവരാ. അതെ. ഇവിടെ നാളെ വരില്ല എന്ന് ആര് കണ്ടു? ഭയപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മരിച്ച കുമാരേട്ടന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഇനി ഇതുപോലെ ഒരു സംഭവം നാട്ടിൽ നടക്കാതിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി, ആനയെ കൊല്ലാൻ പറയുന്നില്ല, ആനയെ തളയ്ക്കാൻ പറയുന്നില്ല, അതിന് എന്തെങ്കിലും മാർഗരേഖകൾ നിങ്ങൾ കണ്ടാലേ പറ്റൂ. 5 ലക്ഷം 10 ലക്ഷം കൊടുത്തത് കൊണ്ട് ആള് പോയി കിട്ടിന്ന് വരില്ല, തിരിച്ചു കിട്ടില്ല. ഒരു ജീവിതം നമ്മൾക്ക് വരുന്ന അനുഭവങ്ങളാണ്. ഞങ്ങൾ ഇരിക്കുന്ന അവിടെ തന്നെയാണ്. പുലി വരുന്നുണ്ട്, ആനകൾ വന്നു പോകുന്നുണ്ട്, പക്ഷെ ആരും ഉപദ്രവിച്ചിട്ടില്ല. നാളെ ഇതാണെങ്കിൽ ഇതേപോലെ വാർത്തകൾ നെന്മാറ പോത്തുണ്ടി ഭാഗത്തുനിന്ന് വരും. നെന്മാറയിലടക്കം ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ആദിനാടിന്റെ താഴെ. അതെ, കൊടന്റെ ഭാഗത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, പോത്തുണ്ടി കൊടന്റെ അവിടെ. വളരെ വിഖേദത്തോടു കൂടിയിട്ട് ഈ വാർത്ത, ഈ ദുഃഖ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ് മലബാരൻ ചാനലിന് വേണ്ടി. രക്കപ്പൻ സ്വാമിയും സഹധർമ്മണി ശ്രീമതി കോമളവും. നന്ദി നമസ്കാരം പറയേണ്ട അവസ്ഥയല്ല. ഈ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു സ്നേഹത്തോടെ.